ഈ സമയത്ത് അതിനെ ശുശ്രൂഷിക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹനിധികളായ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ സംഭവബഹുലമായ ലോകാന്തരീക്ഷങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിക്കുവിൻ. വളരെ അനുഗ്രഹീതമായ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്ത വിധം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിക്കുവിൻ. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഈ വാക്യത്തിനകത്തൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 5 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. ഈ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിനകത്ത് 5 കൂട്ടം കാര്യമുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലോകമെമ്പാടും വളരെ ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്തായിത്തീരും, നാളെ എന്താ സംഭവിക്കുമെന്നൊന്നും ആർക്കും പ്രവചിക്കുവാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെയൊക്കെ നടുവിൽ ജയത്തോടുകൂടെ നിൽക്കുവാൻ കഴിയും? ജയത്തോടെ നിൽക്കണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്നുള്ളത് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 5 കാര്യമാണ് അതിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. 1, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കണം. 2, ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നണം. 3, നിങ്ങൾ ആത്മീക വർധനവ് പ്രാപിക്കണം. 4, വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. 5, സ്തോത്രത്തിൽ ജാഗരിക്കണം. 5 കൂട്ടം കാര്യമാണ് ഇന്ന്. അതിൻ്റെ 1-2 ഭാഗങ്ങളാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൊലോസ്യ സഭയെക്കുറിച്ച് നമുക്കറിയാം. എഫെസോസിൽ നിന്നും 6 മൈൽ അകലെ ആധുനിക തുർക്കി എന്നറിയപ്പെടുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ചെറിയ പട്ടണമാണ് ഈ കൊലോസ്യ പട്ടണം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ പാസ്റ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൈവവചനം കേൾക്കുവാൻ, അദ്ദേഹത്തിൽ നിന്ന് ദൈവവചനം കേൾക്കുവാൻ അനേകർ കടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ കൊലോസ്യയിൽ നിന്ന് കടന്നു വന്നവരിൽ ഒരാളായിരുന്നു എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പൗലോസിന്റെ ദൈവവചനം കേട്ടു, സുവിശേഷം കേട്ടു, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് അദ്ദേഹം മടങ്ങിപ്പോയി കൊലോസ്യയിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ആ കൂട്ടായ്മയാണ് പിന്നീട് കൊലോസ്യ സഭയായിട്ട് മാറിയത്. ആ കൊലോസ്യ സഭയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സഭയാണ്, സഹോദര പ്രീതി ഉണ്ടായിരുന്ന സഭയാണ്. അതൊക്കെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നീട് ചില ദുരുപദേശക്കാര് സഭയ്ക്കകത്തേക്ക് കയറി വന്നു. അവരുടെ ദുരുപദേശം സഭയെ നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവിൽ നിന്ന് അവരെ വേർതിരിച്ച് മാറ്റിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എന്ന് മനസ്സിലായപ്പോൾ എപ്പഫ്രാസ് പൗലോസിനെ അറിയിച്ചു. റോമൻ കാരാഗൃഹത്തിൽ കിടന്ന പൗലോസിനെ ഈ കാര്യം അറിയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഈ ദുരുപദേശങ്ങൾക്കെതിരായിട്ട് യഥാർത്ഥ സുവിശേഷത്തിന്റെ സത്യം ജനത്തിന് മനസ്സിലാകത്തക്കവണ്ണം ഒരു ലേഖനം എഴുതണം. അങ്ങനെ എഴുതിയ ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 1-ാം ഭാഗത്ത് ദുരുപദേശങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം കാര്യകാര സൗകര്യമായിട്ട് അത് എഴുതി വെക്കുകയാണ്. 2-ാം ഭാഗത്ത് സുവിശേഷത്തിന്റെ സത്യത്തെക്കുറിച്ച്, അതിന്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്.
ദുരുപദേശം എന്നും സഭയ്ക്കകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അന്നും ഇന്നുമൊക്കെ ദുരുപദേശം കടന്നു വന്നിട്ടുണ്ട്. ദുരുപദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനു വിപരീതമായി വെളിപ്പെടുന്നതെല്ലാം ദുരുപദേശമാണ്. ഒരു മനുഷ്യൽ ദൈവഹിതത്തിനെതിരായി വെളിപ്പെടുന്നതെല്ലാം ദുരുപദേശമാണ്. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ദൈവഹിതത്തിനെതിരായി ആര് സംസാരിച്ചാലും, അതെത്ര വലിയ ആളായാലും ചെറിയ ആളായാലും, ആര് സംസാരിച്ചാലും അതെല്ലാം ദുരുപദേശമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായി മറ്റിടങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നെങ്കിൽ അതൊന്നും ദൈവികമല്ല, അതെല്ലാം ദുരുപദേശമാണ്. അത് വളരെ സരസമായി സംസാരിക്കുന്നവരുണ്ട്. ഇവിടെ പൗലോസ് തന്നെ പറയുന്ന വേദഭാഗത്തിനകത്ത് അവിടെ പറയുന്ന കാര്യമുണ്ട്, മുന്നറിയിപ്പായിട്ട് പറയുന്ന കാര്യമുണ്ട്. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ വശീകരണ വാക്കുകളാൽ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനു വിപരീതമായി സംസാരിക്കുന്ന ആളുകൾ സഭയ്ക്കകത്ത് കിടന്നു വരാൻ സാധ്യതയുണ്ട്. 2-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അറിവ് കൊണ്ട് വലിയ ജ്ഞാനമുള്ള ആളുകൾ ഒക്കെ സഭയ്ക്കകത്ത് കടന്നു വന്ന്, അല്ലെങ്കിൽ സഭയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ദൈവ ഇഷ്ടത്തിന് വിപരീതമായി, യേശുവിൻ്റെ സ്വഭാവത്തിന് വിപരീതമായി, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായൊക്കെ സംസാരിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണെന്നുള്ള ബോധ്യം ഇവിടെ പൗലോസ് ഈ കൊലസ്സിർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് മാറി, ആത്മീയ അനുഭവങ്ങൾ മാറി ഈ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നുവെങ്കിൽ അത് ദുരുപദേശമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊലോസ്യർ ലേഖനത്തിനകത്ത് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ദൈവപ്രസാദം ലഭിക്കുവാൻ കർത്താവിന് യോഗ്യമാകും വണ്ണം ദൈവമക്കൾ നടക്കണം. അപ്പോൾ ഈ ദുരുപദേശക്കാർ വന്ന് യോഗ്യമാകും വണ്ണം നടക്കാതെ വണ്ണം മനുഷ്യനെ വഴിതെറ്റിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന് യോഗ്യമാകും വണ്ണം. അത് 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഒന്ന്, ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ കർത്താവിന് യോഗ്യമാകും വണ്ണം ദൈവമക്കൾ നടക്കണം. ദൈവം ഇതിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കർത്താവിന് ദൈവപ്രസാദം നമുക്ക് വേണം. പ്രശ്നസങ്കീർണമായ അന്തരീക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രസാദമില്ലാത്ത ഒരാൾക്ക് ജയിക്കാൻ കഴിയില്ല. ദൈവമക്കൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ദൈവപ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ പൗലോസ് പറയാണ്, ഒന്നാമത് നിങ്ങൾ കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. അപ്പം യോഗ്യമാകും വണ്ണം അല്ലാതെ നടക്കുന്ന പരിപാടികളും ഉണ്ടെന്നുള്ളതല്ലേ അതിനർത്ഥം. അതിനാണ് ഈ ദുരുപദേശം കടന്നു വരുന്നത്. എങ്ങനെയും ജീവിക്കാം, അതൊന്നും വിഷയമല്ല. വേർപാട് വിഷയമല്ല, വിശുദ്ധി വിഷയമല്ല, ആരാധന വിഷയമല്ല, ഇതൊന്നുമല്ല വിഷയം. അതിനേക്കാൾ വലിയ വിഷയം ലോകത്തിലുണ്ടെന്ന് പറഞ്ഞ് ലോകത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നെങ്കിൽ അത് കർത്താവിന് പ്രസാദം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇവിടെ പറയാണ്, ഒന്ന്, നിങ്ങൾ ദൈവപ്രസാദം ലഭിക്കുവാൻ കർത്താവിന് യോഗ്യമാകും വണ്ണം നിങ്ങൾ നടക്കണം. രണ്ടാമത്, സകല സൽപ്രവർത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവമക്കൾ വളരണം. ശ്രദ്ധിക്കണം, ഫലം കായ്ക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടാകണം, ദൈവമക്കൾക്കകത്തുണ്ടാകണം. അങ്ങനെ ഫലം കായ്ച്ച് ദൈവമക്കൾ വളർച്ചയുള്ളവരായി മാറണം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മളെ കാണുന്നവർ ദൈവത്തിൻ്റെ രൂപം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം, ദൈവം ആരെന്ന് നമ്മളിലൂടെ അവർ തിരിച്ചറിയണം എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കുന്നവരായി തീരണം. ഈ 3 കൂട്ടം ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിച്ച് പറയാം, കാരണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്.
ഒന്ന്, ദൈവപ്രസാദം ലഭിക്കുവാൻ കർത്താവിന് ഹിതമാകും വണ്ണം, യോഗ്യമാകും വണ്ണം ദൈവമക്കൾ നടക്കണം എന്ന് പറഞ്ഞാൽ നിലവാരം താഴ്ന്ന ഒരു ദൈവ പൈതൽ ജീവിക്കാൻ പാടില്ല. നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, അത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവമക്കൾ ജീവിക്കണം. ലോക മനുഷ്യര് കാണിക്കുന്നതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ദൈവരാജ്യത്തിനകത്തുള്ളവരാണ്. നമ്മുടെ ഭരണം ദൈവിക ഭരണമാണ്. ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. രണ്ടാമത്, സൽപ്രവർത്തിയിലൂടെ ഫലം കായ്ക്കണം, ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറഞ്ഞാൽ, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം. മൂന്നാമത്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസമ്പൂർണനായ പുത്രന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ആരാധന കൊടുക്കണം. ദൈവം, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ വിടുതൽ ഏതാന്ന് ചോദിച്ചാൽ, വീട് കിട്ടിയതോ വാഹനം കിട്ടിയതോ ജോലി കിട്ടിയതോ ഒന്നുമല്ല. അതൊക്കെ നല്ല കാര്യമാണ്, അതും ദൈവം തരുന്ന കാര്യമാണ്. ഞാനതിനായി സ്തോത്രം ചെയ്യുന്നു, പക്ഷെ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതല്ല എൻ്റെ യഥാർത്ഥ സന്തോഷം. ഞാൻ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച് ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്തെന്നെ കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ വിടുതൽ, ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ ആരാധിക്കുകയാണ്. എൻ്റെ ആരാധന അതുകൊണ്ടാണ്. വീട് കിട്ടിയത് കൊണ്ടോ രോഗസൗഖ്യമുണ്ടായതുകൊണ്ടോ അല്ല, അത് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ തന്നെ വിടിവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്തന്നെ ദൈവമാക്കി. ഞാൻ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ ഈ ദുരുപദേശക്കാരകത്ത് കയറി വശീകരണ വാക്കുകൾ കൊണ്ട്, അദ്ദേഹം ആരാ, അദ്ദേഹം ബഹുമാന്യനായ ആളാണ്, വശീകരണ വാക്കുകൾ കൊണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടൊക്കെ അകത്ത് കയറി നമ്മുടെ ശ്രദ്ധയെ യേശുക്രിസ്തുവിൽ നിന്ന് മാറ്റുകയാണ്. ദൈവികമായ അനുഭവങ്ങളിൽ നിന്ന് മാറ്റി ഈ ലോകത്തിന്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളിലൂടെയാണെന്ന് കടന്നു പോകുന്നതെങ്കിൽ അത് ആര് പറഞ്ഞാലും അത് ദുരുപദേശമാണ്. ദൈവമക്കൾ അത് തിരിച്ചറിയണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന കേൾവിക്കാരെ എന്ന് പറഞ്ഞാൽ ഈ ലേഖനം വായിക്കുന്നവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആദ്യം ചെയ്യുന്നത്, ഒന്നാം അധ്യായത്തിനകത്ത് യേശുക്രിസ്തു ആരാണെന്നുള്ള ആ ഭാഗമാണ് 1:14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. യേശുക്രിസ്തു ആരാണ്? 1:14 വായിക്കുമ്പോൾ അവനിൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ശ്രദ്ധിക്കണം ദൈവമക്കൾ, നാം രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണെന്നുള്ള ബോധ്യത്തിൽ ദൈവമക്കൾ വളരണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നുള്ള ബോധ്യത്തിൽ വളരണം. യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കിനി ഒരു ജീവിതമില്ലെന്ന് ബോധ്യത്തിൽ ദൈവമക്കൾ ജീവിക്കണം. കാരണം പാപമോചനം ലഭിച്ചത് അവനിലൂടെയാണ്. അതാണ് പൗലോസ് ഒരിക്കൽ കൊരിന്ത്യ സഭയോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ, പത്രോസ് ക്രൂശിക്കപ്പെട്ടോ, നിങ്ങൾക്ക് വേണ്ടി അപ്പൊല്ലോസ് ക്രൂശിക്കപ്പെട്ടോ, ഞങ്ങളാരും അല്ലല്ലോ ക്രൂശിക്കപ്പെട്ടത്, ഞങ്ങളിലൂടെ അല്ലല്ലോ രക്ഷ നിങ്ങൾക്ക് ലഭിച്ചത്, അത് ക്രിസ്തുവിലൂടെയല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഭാഗങ്ങളായി വേർതിരിയരുത്, നമ്മൾ ക്രിസ്തുവിലുള്ളവരായിരിക്കണം. പൗലോസ് പറയുന്നത് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ആരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവമക്കൾ ജീവിക്കണം. യേശുക്രിസ്തുവിനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതമില്ല എന്നുള്ള ബോധ്യത്തിൽ ദൈവമക്കൾ ജീവിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ അത് ആവർത്തിച്ച് പറയാം. ദൈവമക്കളെ, അവിടെ താഴോട്ട് വായിക്കുമ്പോൾ സകലവും അസകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെ പറ്റൂ. ഏത് വിടുതലും യേശുക്രിസ്തുവിലൂടെ പറ്റത്തുള്ളൂ. ആ തിരിച്ചറിവ് ദൈവമക്കൾക്കുണ്ടാകണം. അത് നമ്മുടെ കുടുംബ ജീവിതത്തിനകത്താണെങ്കിലും, വ്യക്തിപരമായ ജീവിതത്തിനകത്താണെങ്കിലും, സഭാപരമായ ജീവിതത്തിനകത്താണെങ്കിലും ഒരു ദൈവിക വിടുതൽ നാം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ ഒഴിച്ച് സാധ്യമല്ല.
കാരണം സകലതും സൃഷ്ടിക്കപ്പെടുന്നത് അവനിലാണ്, അവൻ മുഖാന്തരമായിട്ടാണ്, അവനായിട്ടാണ്. അവനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ദൈവ പൈതലിന് മുൻപോട്ട് പോകാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിനെ ദൈവമക്കളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അവനെ വിട്ടുമാറിയിട്ട് ഒരു പ്രോഗ്രാം നമുക്കുണ്ടാകരുത്. മൂന്നാമത് ആ താഴിട്ട് വായിക്കുമ്പോൾ അവൻ സഭയുടെ തലയാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, എൻ്റെ തല ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം ക്രിസ്തുവിലാണ്. ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാപമോചനം യേശുക്രിസ്തുവിലായതുകൊണ്ട് അവനുമായി ബന്ധപ്പെടാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് ലഭിക്കുന്ന എല്ലാ നന്മയുടെയും ഉറവിടം അവനായതുകൊണ്ട് അവനെ വിട്ടുമാറി എനിക്കൊരു നന്മയുടെ പുറകെ പോകാൻ പറ്റില്ല, ഒരു അനുഗ്രഹത്തിന് പോകാൻ പറ്റില്ല. 3, എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ തല ക്രിസ്തുവാണ്, എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ കർത്താവാണ്. അവനെ അനുസരിക്കാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഈ ബോധ്യം ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ മടങ്ങി ദൈവത്തിങ്കിലേക്ക് വരണം, യേശു ക്രിസ്തുവിലേക്ക് വരണം. അങ്ങനെ വന്നിട്ടാണ് താഴോട്ട് പറയുമ്പോൾ 3-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് എല്ലാം യേശുക്രിസ്തുവിലൂടെയാണ്, എല്ലാം യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ട് വാക്കിനാലോ പ്രവർത്തിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്താലും, 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് പറഞ്ഞാലും ചെയ്താലും അതെല്ലാം ആരിലൂടെ വേണം? യേശുക്രിസ്തുവിലൂടെ വേണം. കാരണം നമ്മുടെ ജയം യേശുക്രിസ്തുവാണ്, നമ്മുടെ അനുഗ്രഹം യേശുക്രിസ്തുവാണ്, നമ്മുടെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലൂടെയാണ്, നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവമക്കളെ, ആവർത്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതേ പറയാനുള്ളൂ. എന്നെക്കുറിച്ചുള്ള ചിലരുടെ പരാതി അതാണ്. അദ്ദേഹം എപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ദൈവം ഇതല്ലേ, എനിക്ക് യേശുക്രിസ്തു അല്ലാതെ വേറെ ആരെയും കുറിച്ചും പറയാനില്ല. എൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ എപ്പോഴും യേശുക്രിസ്തുവാണ്, എൻ്റെ അനുഗ്രഹം യേശുക്രിസ്തുവാണ്. എനിക്ക് ലഭിക്കുന്ന ദൈവം, നിങ്ങളോട് പറയുവാൻ എനിക്ക് ദൈവം തരുന്ന വചനമെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം അവനിലൂടെയാണ് രക്ഷയെന്ന്, അവനിലൂടെയാണ് വീണ്ടെടുപ്പ്, അവനിലൂടെയാണ് അനുഗ്രഹം. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. അവനെ മുറുകെ പിടിച്ചാൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ ജയിക്കും. എന്നാൽ യേശുക്രിസ്തുവില്ലാതെ ആയിരങ്ങൾ നിന്റെ കൂടെ ഉണ്ടെങ്കിലും നീ തോൽക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ ദൈവമില്ലാത്ത വീട് വ്യർത്ഥമാണ്, ദൈവമില്ലാത്ത പട്ടണത്തിന്റെ സുരക്ഷിതത്വം വ്യർത്ഥമാണ്, ദൈവമില്ലാത്തവന്റെ പണികൾ വ്യർത്ഥമാണ്. ദൈവം ഇതില് തിരിച്ചു പറഞ്ഞാൽ, ദൈവം വീട് പണിഞ്ഞാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ദൈവം പട്ടണം കാത്താൽ ആ പട്ടണം സുരക്ഷിതമായിരിക്കും, ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ കൈകളുടെ പ്രവൃത്തി നന്മയായി അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കണം. ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സഭയോട് പറയുകയാണ്, 3-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയാണ്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഈ അനുഗ്രഹിക്കുന്ന ദൈവം, ഈ പാപം ക്ഷമ തന്ന ദൈവം, ഈ തലയാകുന്ന കർത്താവ് ഏതെങ്കിലും പള്ളിയിലല്ല ഇരിക്കുന്നേ, ഏതെങ്കിലും കെട്ടിടത്തിനകത്തല്ല ഇരിക്കുന്നേ, ഏതെങ്കിലും കൂടിവരവിനകത്തല്ല ഇരിക്കുന്നേ. ഈ ക്രിസ്തു ഇരിക്കുന്നത് നമ്മളിലാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് പോയാലും എനിക്ക് വിഷയമല്ല, അവൻ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ദൈവത്തെ കാണാൻ എങ്ങും ഓടി നടക്കേണ്ട കാര്യം എനിക്കില്ല, എന്നെ വീണ്ടെടുത്തവനെ കാണാൻ ഓടി നടക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഈ ദൈവം, രക്ഷിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, നന്മ തരുന്ന ദൈവം, എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ ദൈവം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. ഇതിനേക്കാൾ വലിയൊരു മർമ്മം ദൈവമക്കളെ നമുക്ക് വരാനില്ല, ലഭിക്കാനില്ല. അത് മനസ്സിലാക്കിക്കോണം ദൈവമക്കൾ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ടാകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അത് തുടർമാനമായ പ്രക്രിയയാണ്. ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നിടം വരെ, ഈ ലോകത്തിൽ നമ്മൾ അവസാനിക്കുന്നിടം വരെ നമ്മളുടെ ജീവിതം ആരിലൂടെ ആയിരിക്കണം? യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലായിരിക്കണം. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണ്.
ഇത് അപ്പോസ്തലനായ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ, വീണുപോകാതിരിക്കണമെങ്കിൽ, പതറിപ്പോകാതിരിക്കണമെങ്കിൽ, നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ശ്രദ്ധിക്കണം. ഓരോ ദിവസവും പറയണം എഴുന്നേറ്റ്, എന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പ്രശ്നങ്ങളായി ഒരുപക്ഷെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നാൽ പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നിനക്ക് ബോധ്യമുണ്ടാകേണ്ട കാര്യം ഇതാണ്: എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. വിളിച്ചത് എൻ്റെ കർത്താവുമായിട്ട് കൂട്ടായ്മയിൽ നടക്കാനാണ്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പോൾ എപ്പോഴും ദൈവം ഇതിൽ പറയണം, പ്രശ്നം വരുമ്പോഴും പറയണം, പ്രശ്നമില്ലാത്തപ്പോഴും പറയണം, എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ് എന്നെ വിളിച്ചത്. തീച്ചൂളയ്ക്കകത്തേക്ക് പോകുമ്പോഴും പറയണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സിംഹക്കൂട്ടിനകത്തേക്ക് പോകുമ്പോഴും പറയണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിളിയിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, വഴിയിൽ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ വഴിയിൽ ഉപേക്ഷിക്കാത്തവൻ, പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകാത്തവൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ ഒറ്റയ്ക്ക് വിടാത്തവൻ, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. അവൻ തൻ്റെ പുത്രനും എൻ്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടായ്മയിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. പറയണം ദൈവമക്കൾ. ഇന്ന് പ്രശ്നങ്ങൾ, യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമേ ബാധകമായി വരുന്നുള്ളൂ, ഇസ്രയേലിനും ബാധകമായി വരുന്നുള്ളൂ. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ബാധകമല്ലായിരിക്കാം, നമ്മൾ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയമൊന്നും നമ്മുടെ ഉള്ളിൽ വരുന്നില്ലായിരിക്കാം, പ്രശ്നമൊന്നും നമുക്കില്ല. പക്ഷെ നാളെ പറയാൻ പറ്റുകയില്ല. എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് വെളിപ്പെടുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാൽ ഏത് വിഷയത്തിനകത്ത് നമ്മൾ അകപ്പെട്ടു പോയാലും നമുക്ക് പറയാൻ കഴിയണം, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഇതിൻ്റെ നടുവിലും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഒറ്റയ്ക്കാകത്തില്ല. ആരെങ്കിലും ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങൾ വെളിപ്പെടുമ്പോൾ, അയ്യോ ഒറ്റയ്ക്കായല്ലോ, എനിക്ക് ആരുമില്ല എന്ന് പറയേണ്ട ഗതികേട് വരത്തില്ല. പറയണം നമ്മൾ, ഞാനും എനിക്കൊരു കൂട്ടായ്മയുണ്ട്. മഹത്വത്തിന്റെ ദൈവമായ മഹത്വത്തിന്റെ കർത്താവായ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. അവനുമായിട്ട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇത് മനസ്സിലായത് പത്മോസിൽ വെച്ച് യോഹന്നാന് മനസ്സിലായി. യോഹന്നാനെ, ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യത്തിൽ നീ ഭാരപ്പെട്ടെങ്കിൽ ഇല്ല, നിന്റെ കൂടെ ഒരുവൻ ഇറങ്ങി വരികയാ നിന്നോട് കൂട്ടായ്മ കൂടുവാൻ. എഫെസോസിൽ അനേകരുടെ മധ്യത്തിൽ വെച്ച് നീ കർത്താവിനെ വിടാതെ അവനുമായിട്ടായിരുന്നു നിന്റെ കൂട്ടായ്മ, പുരുഷാരവുമായിട്ടല്ലായിരുന്നു നിന്റെ കൂട്ടായ്മ, നിനക്ക് അവനുമായിട്ടായിരുന്നു കൂട്ടായ്മ. അതുകൊണ്ട് പത്മോസിൽ അവരാരും നിന്റെ അടുക്കലില്ലെങ്കിലും നിനക്ക് കൂട്ടായ്മയുണ്ട്. അതാരുമായിട്ടാണെന്ന് അറിയാമോ? ക്രിസ്തുവുമായിട്ടാണ്. അത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ഇവിടെ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ നിമിഷവും ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കണം. എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ എൻ്റെ ജീവിതമെന്ന് എപ്പോഴും ശോധന ചെയ്തുകൊണ്ട് ദൈവമക്കൾ ജീവിക്കണം. എപ്പോഴും കട്ടാവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കൽ യേശു കർത്താവ് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ തൻ്റെ അവസാന കാലമായപ്പോൾ ഒരു ഭവനത്തിനകത്ത് വെച്ച് എല്ലാവരെയും ഒന്ന് ഇരുത്തിയ ശേഷം അദ്ദേഹം തൻ്റെ വസ്ത്രമൊന്ന് ഊരി മാറ്റിവെച്ച് ഒരു തോർത്തെടുത്തുടുത്ത് ഒരു ദാസനെ പോലെ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുന്ന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തുടങ്ങിയപ്പോൾ, കഴുകി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ കാലിൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ സമ്മതിക്കുകയില്ല, എൻ്റെ കാല് നീ കഴുകണ്ട. ഒരുപക്ഷെ കേൾക്കുമ്പം അതൊരു ഒരു നല്ല കാര്യമായിട്ട് തോന്നും. കാരണം കർത്താവ് വലിയ പുള്ളിയാ, ഞങ്ങൾ ചെറിയവരാ, അതുകൊണ്ട് അത് വേണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നീയും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ നിന്റെ കാല് കഴുകുന്നില്ല എങ്കിൽ, കഴുകാൻ നീ സമ്മതിക്കുന്നില്ല എങ്കിൽ, ഇന്നലെ വെളിപ്പാട് പറഞ്ഞവനായിരിക്കാം, ഇന്നലെ ഞാൻ നിന്നെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇന്നലെ നീ എനിക്ക് വേണ്ടി ചാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിരിക്കാം. പക്ഷെ അതെല്ലാം ശരിയാണെങ്കിലും ഇവിടെ വെച്ച് കട്ടാകും. എപ്പോൾ? ഞാൻ നിന്റെ കാല് കഴുകിയില്ല എങ്കിൽ. എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ശബ്ദത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ക്രമീകരിച്ചില്ല എങ്കിൽ ഇന്നലത്തെ കാര്യം കൊണ്ട് കാര്യമില്ല, കട്ടായി മാറും.
യേശുക്രിസ്തുവുമായുള്ള ബന്ധം കട്ടായി മാറും. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ സമയവും യേശുക്രിസ്തുവിൻ്റെ ആ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ദൈവമക്കൾ നടക്കണം. നമ്മുടെ കൂട്ടായ്മ യേശുക്രിസ്തുവുമായിട്ടാണ്. ഇന്ന് നമുക്ക് പുരുഷാരവുമായിട്ടാണ് കൂട്ടായ്മ, അല്ലെങ്കിൽ ഇന്ന ആളുകളുമായിട്ട്. അവരില്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മയില്ല. അവരുണ്ടെങ്കിലേ നമുക്ക് ആരാധന വരത്തുള്ളൂ. ഇന്ന് നല്ല പാട്ടില്ലായതുകൊണ്ട് നല്ലൊരു ആരാധന വെളിപ്പെട്ടില്ല. നല്ല പ്രസംഗമില്ലെങ്കിൽ ആരാധന ഇങ്ങനെയൊക്കെ പറയുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആ ആള് പാടിയെങ്കിൽ മാത്രമേ അവർക്കൊരു ആത്മീയ സന്തോഷം വരത്തുള്ളൂ. കാര്യമെന്താ? കൂട്ടായ്മ ക്രിസ്തുവുമായിട്ടല്ല. കൂട്ടായ്മ എപ്പോഴും ക്രിസ്തുവുമായിട്ടായിരിക്കണം, യേശു ക്രിസ്തുവുമായിട്ടായിരിക്കണം. അതിന് ആദ്യത്തെ ബോധ്യം എന്താ? പാപക്ഷമത എന്നത് അവരാണെന്നുള്ള ബോധ്യമുണ്ടാകണം. എന്താ കൊരിന്ത്യർക്ക് പറ്റിയ കുഴപ്പം? അവർ പൗലോസിന്റെ പക്ഷക്കാരായി മാറിയത്, അപ്പല്ലോസിന്റെ പക്ഷക്കാരായി മാറിയത്, പത്രോസിന്റെ പക്ഷക്കാരായി മാറിയത് ഒക്കെ ഗ്രൂപ്പുകളായിട്ട് മാറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവർക്ക് ബോധ്യം നഷ്ടപ്പെട്ടു. എന്താണ്? ക്രിസ്തുവാണ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മാറിയതെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു. അതാണ് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടോ നിങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾ ആരും ക്രൂശിക്കപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തുവാണ്. അപ്പൊ അവരുമായിട്ടായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മ. അത് തിരിച്ചറിയണം ദൈവമക്കൾ. ഒന്ന്. രണ്ടാമത്, ക്രിസ്തുവിൽ വേരൂന്നണം. ക്രിസ്തുവിലായിരിക്കണം. ആഴമായ ബന്ധം, ആർക്കും പറിച്ചു കളയാൻ കഴിയാത്ത ബന്ധം ക്രിസ്തുവിലായിരിക്കണം. അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ എന്നിട്ടൊരു ലിസ്റ്റ് അങ്ങോട്ട് പറയുക. ആ ലിസ്റ്റെല്ലാം പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ലിസ്റ്റാ. പക്ഷെ പറയാണ്, അതുകൊണ്ടൊന്നും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ തന്നെ വേർപിരിക്കാൻ, അവന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ പറ്റുകയില്ല. വെല്ലുവിളിച്ച് പറയുകയാ. കാര്യം വേരാഴത്തിലാണ്, അടിസ്ഥാനം പാറമേലാണ്. അതിനെന്ത് മാർഗമുണ്ട്? കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരണം. ഒന്ന്. ക്രിസ്തുവിൽ വേരൂന്നണമെങ്കിൽ, പറിച്ചു കളയാൻ കഴിയാത്ത ബന്ധം ക്രിസ്തുവുമായി ഉണ്ടാകണമെങ്കിൽ എപ്പോഴും എവിടെ വരണം? ക്രിസ്തുവിൻ്റെ അടുക്ക വരണം, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം. രണ്ട്, അവൻ്റെ അടുക്കൽ വന്ന് നിന്നെക്കുറിച്ചുള്ള അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നീ തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഈ 66 പുസ്തകത്തിനകത്തൂടെ നീ കടന്നു പോകുമ്പോൾ നീ എങ്ങനെയായിരിക്കണമെന്നും എന്തായി മാറണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒക്കെയുള്ള ദൈവ ഇഷ്ടം ഈ 66 പുസ്തകത്തിനകത്തൂടെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക്, ഈ വചനത്തിന്റെ അടുക്കിലേക്ക്, ശബ്ദത്തിന്റെ അടുക്കിലേക്ക് നീ വരണം. അവന്റെ അടുക്കൽ വരണം, അവന്റെ ശബ്ദം കേൾക്കണം. 3, അത് മാത്രമല്ല, അതിനനുസരിച്ച് നീ അനുസരണത്തിലേക്ക് വരണം, ജീവിതത്തെ ക്രമീകരിക്കണം. അങ്ങനെയുള്ളവനെ ഇന്നവനോട് തുല്യനാക്കി ദൈവം കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് നമുക്ക് ആ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 49 വരെയുള്ള വേദഭാഗങ്ങൾക്കകത്ത് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാക്കി ഒരാളെ കാണിക്കുക. ആരെയാ കാണിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. ബുദ്ധിമുട്ടാണ് എപ്പോഴും കർത്താവിൻ്റെ അടുക്കൽ വരുവാനും ആ ഓരോ വിഷയത്തിലും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ എപ്പോൾ മാറുമെന്നറിയാമോ? പ്രശ്നം വരുമ്പോ, പ്രതികൂലം വരുമ്പോ നീ തകർന്നു പോകാതെ നിൽക്കുമ്പോൾ മനസ്സിലാകും, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതാ, ആ വില കൊടുത്തതാണ്. ഇല്ല എങ്കിൽ തകർന്നു പോകുമെന്നാണ് ആ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ദൈവ പൈതലേ, ആഴത്തിൽ കർത്താവുമായി ബന്ധമില്ലെങ്കിൽ നിസ്സാര വിഷയം വെളിപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകും. അവിടെ പറയുന്നത് 2 മനുഷ്യർ വീട് പണിത്. ഒരു മനുഷ്യൻ കുഴിക്കുക. അതേ അവസരത്തിൽ മറ്റേ മനുഷ്യൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണി കഴിയാറായി. പക്ഷെ ഇവിടെ ഒരുത്തൻ ആഴക്കുഴിക്കുക. എന്താ കുഴിക്കുന്നതിന്റെ കാരണം? എന്താ? അവന് പാറ കാണണം.
അവന് പണി പാറമേലായിരിക്കണം. അവനതിനുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, വചനം ധ്യാനിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അവനൊരു കാര്യം അറിയാം, ആ പാറ കണ്ടു കഴിഞ്ഞാൽ, ആ പാറയിൽ പണിഞ്ഞാൽ, ആ പാറയിൽ പണിയുന്നതിനെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. ക്രിസ്തുവിൽ വേരൂന്നണം. പ്രശ്നമൊന്നുമില്ല, 2 വീടും പണി കഴിഞ്ഞു, താമസവും തുടങ്ങി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മഴ പെയ്തു. മഴ പെയ്യാത്ത കാലത്തോളം മിടുക്കൻ ആരാന്ന് ചോദിച്ചാൽ ഈ മണലിന്മേൽ അടിസ്ഥാനം വിട്ട് വീട് പണിഞ്ഞ മനുഷ്യനാ. മഴ പെയ്തില്ലെങ്കിൽ അവനാണ് മിടുക്കൻ. പക്ഷേ പെട്ടെന്ന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് മഴ പെയ്തു. അടുത്തത് വെള്ളം പൊങ്ങി. പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് വരികയാ. വെള്ളം പൊങ്ങി. അത് പ്രാർത്ഥിക്കുന്നവനും വരും, പ്രാർത്ഥിക്കാത്തവനും വരും. ദൈവമുള്ളവനും വരും, ദൈവമില്ലാത്തവനും വരും. ഈ രാജ്യത്തൊരു സംഭവം ഉണ്ടായത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാ. ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും എല്ലാം ഒരുപോലെ ബാധകമാ. ഇവിടെയും അതാ സംഭവിച്ചത്. മഴ പെയ്തു, വെള്ളം പൊങ്ങി. അടുത്തത് അതുകൂടെ, വെള്ളം പൊങ്ങിയതോടെ കൂടാതെ ഒരു കാറ്റൂടടിച്ചു. കണ്ടോ? ഒന്ന് മാറി പ്രശ്നങ്ങൾ വരികയാ. ദൈവം ഇതിലേ പ്രശ്നമില്ലെങ്കിൽ മിടുക്കൻ ദൈവമില്ലാത്തവനാണ്. എന്നാൽ പ്രശ്നം പ്രതീക്ഷിക്കണം ദൈവമക്കൾ. ഏതു സമയത്തും പ്രശ്നമുണ്ടാകും. മഴ പെയ്യും, വെള്ളം പൊങ്ങും, കാറ്റടിക്കും, ഒഴുക്കായിട്ടത് മാറും. അടുത്ത വാക്ക്, അത് ഇരുവീടിന് നേരെയും അടിച്ചു. ദൈവമുള്ളവന്റെ എന്ന് പറഞ്ഞാൽ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിഞ്ഞവന്റെയും മണൽമേൽ വീട് പണിഞ്ഞവന്റെയും വീട്ടിന് നേരെ അത് ആഞ്ഞടിച്ചു. അടുത്ത വാക്ക്, മണൽമേൽ പണിത വീട് നിഷ്കരണം താഴെ പോയി. അതില്ലാതെയായിപ്പോയി, അസ്തമിച്ചു പോയി. അതുണ്ടെന്ന് പോലും ആർക്കും അറിയാത്ത തരത്തിൽ അത് ഒഴുകിപ്പോയി. എന്നാൽ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിതവൻ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറച്ചു നിന്നു. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, തോൽക്കാതെ നിൽക്കണമെങ്കിൽ, പ്രശ്നത്തിൻ്റെ നടുവിൽ തളർന്നു പോകാതെ നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നണം. 1, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കണം. 2, ക്രിസ്തുവിൽ വേരൂന്നണം. 3, ആത്മീക വർധനവ് പ്രാപിക്കണം. 3, ആത്മീയ വർധനവ്. ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിന് ദൈവമക്കൾ ഉപയോഗിക്കണം. പ്രശ്നം വന്ന ശേഷം പ്രാർത്ഥിക്കാൻ നോക്കിയാൽ സംഗതി നടക്കില്ല. 10 കന്യകമാരുടെ ഉപമ പറയുന്നത് അതാണ്. 5 പേർ കരുതേണ്ട സമയത്ത് കരുതിയത് കൊണ്ട് വിഷയം വന്നപ്പോൾ ഇറങ്ങിപ്പോകേണ്ട ഗതികേട് വന്നില്ല. വിളക്ക് കെട്ടപ്പോൾ എണ്ണ തേടിപ്പോകേണ്ട ഗതികേട് വന്നില്ല. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ വിളക്ക് കെട്ടപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് പെരക്കിപ്പോയിട്ട് മടങ്ങി വന്നപ്പോഴത്തേക്ക് വീടിന്റെ വാതിലടച്ചു. മണവാളൻ അകത്തായി. പ്രശ്നം വന്ന ശേഷമല്ല, അതിനു മുൻപേ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവമക്കൾ തക്കത്തിന് ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഉപവസിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവസ്നേഹത്തിൽ നിൽക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവമക്കൾ തക്കത്തിന് ഉപയോഗിക്കണം. ആത്മീയ വർധനവും വെളിപ്പെടുത്തി ജീവിക്കണം. 1, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ. 2, ക്രിസ്തുവിൽ വേരൂന്നി. 3, ആത്മീയ വർധനവ് പ്രാപിച്ച്. 4, വിശ്വാസത്തിൽ ഉറക്കണം. വിശ്വാസത്തിൽ ഉറക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. ഈ കുലസ്യ ലേഖനത്തിൽ തന്നെ പറയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ദൈവമക്കൾ അന്വേഷിക്കണം. അതിന് വിപരീതമായി ഭൂമിയിലുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതെല്ലാം ദുരുപദേശമാണ്. ഉയരത്തിലുള്ളതിനേക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മളെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്ന, വേരൂന്നിപ്പിക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ദുരുപദേശമാണ്. അപ്പം വീട് വേണ്ടായോ വീട് വേണം, കാറ് വേണ്ടായോ കാറ് വേണം, ജോലി വേണ്ട ജോലി, അതെല്ലാം ദൈവം തരും. പക്ഷെ അതിനകത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കുന്ന ദൂതുകളാണ് വെളിപ്പെടുന്നതെങ്കിൽ സൂക്ഷിക്കണം. പഴയ പാട്ടുകാർ അങ്ങനെ പാടിയത്. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി.
നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കണ്ടോ? ദൈവം ഇതിലെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിന്റെ പേരിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, ആളാകാൻ വേണ്ടി ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി. ഇവിടുത്തതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ പ്രസംഗം ദുരുപദേശമാണെന്ന് തിരിച്ചറിയണം, അത് വഞ്ചനയാണെന്ന് തിരിച്ചറിയണം, അത് തത്വജ്ഞാനമാ. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണ്ടായോ? നമ്മൾ വിചാരിക്കും ശരിയല്ലേ, പണ്ട് അങ്ങനെ ആയിരുന്നു, സാത്താനും അങ്ങനെ ചോദിച്ചത്, വശീകരിക്കുക, വിശക്കുന്നുണ്ടായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലുണ്ടല്ലോ, കൃപയുണ്ടല്ലോ. ഈ കാണുന്ന കല്ല് കണ്ടോ, അപ്പം പോലെ ഇരിക്കുന്നത് കണ്ടോ? നീ ഒന്ന് പറഞ്ഞാൽ അത് അപ്പമാകുമല്ലോ. കണ്ടോ? ദൈവം ഇതിലെ ശ്രദ്ധിക്ക്. ആത്മീയം ഭൗതികത്തിലേക്ക് തിരിക്കുകയാ, ആത്മീയ അനുഭവങ്ങളെ ഭൗതിക നന്മയിലേക്ക് കൊണ്ടുപോകുകയാ. സൂക്ഷിക്കണം, അത് വശീകരണ വാക്കാണ്, അത് വഞ്ചനയാണ്. അയ്യോ, അത് പറഞ്ഞത് വലിയ പ്രശസ്തനായ ആളല്ലേ? പ്രശസ്തനാണെങ്കിലും പ്രശസ്തനല്ലെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ, അത് ഈ ഭൂമിയിലുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതാണെങ്കിൽ, ഉയരത്തിലുള്ള അന്വേഷിക്കാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭൂമിയിലേക്ക് നമ്മുടെ വേര് പതിപ്പിക്കുന്നെങ്കിൽ, ആഴത്തിലേക്ക് വേര് ഒന്നിപ്പിക്കുന്നെങ്കിൽ അത് ദൈവികമല്ല. തിരിച്ചറിയണം ദൈവമക്കൾ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നടക്കണം. 2, ക്രിസ്തുവിൽ വേരൂന്നണം. 3, ആത്മീയ വർധനവ് പ്രാപിക്കണം. 4, വിശ്വാസത്തിൽ ദൈവമക്കൾ ഉറയ്ക്കണം. അതാ കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാരോട് പറയാം, കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോടെ പറഞ്ഞാൽ അത് മാറിപ്പോകും. എന്താ കടുമണിയോളം വിശ്വാസം എന്ന് പറയുന്നത്? അത് വളരുന്ന വിശ്വാസമാണ്. കടുമണി നമുക്കറിയാം ഏറ്റവും ചെറിയതാണ്, ധാന്യങ്ങളിൽ ഏറ്റവും, വിത്തുകളിൽ ഏറ്റവും ചെറുതാണ്. പക്ഷേ അത് അങ്ങനെ ഇരിക്കത്തില്ല, അത് വളരും. അത് വളർന്ന് അത് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി മാറും. അവിടെയും കൊണ്ടും അവസാനിക്കത്തുള്ള വലിയ കൊമ്പുകളുള്ള മഹാവൃക്ഷമായി മാറും. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം വളർച്ചയുള്ളതായി മാറണം. എന്തിനാണ് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത്? എന്തിനാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? എന്തിനാണ് ദൈവം വിടുവിച്ച സാക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? നമ്മുടെ വിശ്വാസം വർധനവിലേക്ക് വെളിപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവമക്കൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? വർദ്ധിക്കുന്നവരായി മാറണം, വിശ്വാസത്തിൽ വളരുന്നവരായി മാറണം. അങ്ങനെ വളർച്ചയുള്ളവർക്ക് മാത്രമേ കൽപ്പിക്കുവാനുള്ള അധികാരമുള്ളൂ. വിഷയങ്ങൾക്കോട് സംസാരിപ്പാൻ മലയോട് സംസാരിക്കുന്നവരായിട്ടല്ല, മലയെക്കുറിച്ച് സംസാരിക്കാനല്ല, മലയോട് സംസാരിക്കുന്നവരായിട്ട് മാറുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മൾ മലയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. മല നമ്മുടെ പ്രശ്നമാണ്, മുമ്പിൽ വരുന്ന പ്രതികൂലമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുക. കാര്യം എന്താ? വിശ്വാസത്തിൽ വളർച്ചയില്ല. എന്നാൽ വിശ്വാസത്തിൽ വളർന്നവൻ മലയെക്കുറിച്ചല്ല പറഞ്ഞത്, മലയോട് പറയും മാറിപ്പോകാൻ. അത് മാറിപ്പോവുകയും ചെയ്യും. കാരണം കർത്താവ് പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞാൽ അത് മാറിപ്പോകും, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല, വളരുന്നവന് സകലതും സാധ്യമാണ്. അപ്പോൾ 4-ാമത്തെ കാര്യം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. 5, സ്തോത്രത്തിൽ ജാഗരിക്കണം. ദൈവം ഇതിലെ എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം പറയണം. നിങ്ങളുടെ ഹൃദയം ആരാധന കൊണ്ട് നിറയണം, നന്ദി കൊണ്ട് നിറയണം. അധരഫലമെന്ന സ്തോത്രയാഗം എപ്പോഴും അർപ്പിക്കണം. അത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വിഷയമാണ്. എല്ലാറ്റിനും ദൈവത്തിനും മഹത്വം കൊടുക്കണം. പറയണം, ശമൂവേൽ പറഞ്ഞതുപോലെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എൻ്റെ ബലമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൃപയാണെന്ന് പറയുന്നവനെല്ലാം എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുകയാ, ദൈവത്തിന് നന്ദി പറയുക. എന്ന് പറഞ്ഞാൽ നീ മഹത്വം ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ജീവിക്കണമെന്നാണ് ദൈവം ഇതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ദുഷ്കരകാലമാണ്, അന്ത്യകാലമാണ്, ദുർഘട സമയങ്ങളുണ്ടാകും. പല രീതിയിൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറും, പ്രകൃതിയുടെ സ്വഭാവങ്ങൾ മാറും, രാജ്യത്തിൻ്റെ സ്വഭാവം മാറും, രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം മാറും. ഇതൊന്നും നമുക്ക് അനുകൂലമായി ഇനിയും വെളിപ്പെടത്തില്ല. ഇതെല്ലാം എതിരായിട്ട് മാറാൻ പോകുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ദൈവ പൈതൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ, തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ, ജയത്തോടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിട്ടു സാധ്യമല്ല. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചേ സാധ്യമാകൂ. ക്രിസ്തുവില്ലാതെ സാധ്യമല്ല ദൈവ പൈതലേ.
അവന്റെ കൂട്ടായ്മയില്ലാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഒറ്റപ്പെടലുകൾ വരും, മനുഷ്യർ സ്വസ്നേഹികളാകും. എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കുന്ന അനുഭവത്തിലേക്ക് പോകും. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത കാലം വരാൻ പോകുകയാണ്. അത് തിരിച്ചറിഞ്ഞില്ലേ? 2020 കോവിഡ് വന്നപ്പോൾ ദൈവമക്കൾ അത് മനസ്സിലാക്കിയില്ലേ? ഓരോ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ പാഠങ്ങളല്ലേ? പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ ഒറ്റയ്ക്കായ അനുഭവങ്ങളില്ലേ? മരിച്ചാൽ അടക്കാൻ പോലും ഒരു പുരോഹിതൻ വരാത്ത കാലങ്ങൾ ഉണ്ടായില്ലേ? ഒറ്റയ്ക്ക് ആരും അടുത്തു വന്നൊന്നും സ്പർശിക്കാൻ കഴിയാതെ, അടുത്തു വന്ന് നിൽക്കാൻ പോലും കഴിയാതെ ഒറ്റയ്ക്കായിരുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെയുള്ള കാലങ്ങൾ വർദ്ധിക്കാൻ പോകുക. അതിന്റെ നടുവിൽ നിനക്ക് കൂടെ നിൽക്കാൻ ഒരാൾ വേണ്ടേ? അത് യേശുക്രിസ്തുവായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അവനുമായുള്ള കൂട്ടായ്മയിലായിരിക്കണം. ആളുകൾ ഉള്ളപ്പോൾ, പുരുഷാരമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗഖ്യമുള്ളപ്പോൾ, ആൾബലമുള്ളപ്പോൾ നീ ആരുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം? യേശുക്രിസ്തുമായുള്ള കൂട്ടായ്മയിലായിരിക്കണം. യോഹന്നാനെ, എഫെസോസിൽ നിനക്ക് ഒത്തിരി വിശ്വാസികളുണ്ട്, പക്ഷേ അവരുടെ നടുവിലും നീ അവരോടുകൂടെ അല്ലായിരുന്നു, നീ യേശുക്രിസ്തുവിനോട് കൂടെ ആയിരുന്നത് കൊണ്ട് അവരാരും ഇല്ലാത്ത ഒരു പത്മോസിൽ നിന്നെ അവൻ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൻ പറഞ്ഞു, നോക്ക്, ഞാൻ നിന്റെ കൂടെയുണ്ട്. യേശുക്രിസ്തുവിൽ വേരൂന്നണം. ഒന്നിനും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തന്നെ മാറ്റാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുന്ന അനുഭവത്തിലേക്ക് വരണം. ആത്മീയ വർധനവ് പ്രാപിക്കണം, വിശ്വാസത്തിൽ ഉറക്കണം, സ്തോത്രത്തിൽ ജാഗരിക്കണം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനം എനിക്കറിയാം അത്ര ആവേശം തരുന്ന വചനമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവേശം തരുന്ന വചനമാണ്. ഒരു പ്രസംഗ കേൾവിക്കാരെ സംബന്ധിച്ചത് ഒരു ആവേശം തരുന്ന വചനമല്ല. പക്ഷേ ഇതാണ് സത്ത. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ ആഗ്രഹമുണ്ട് നിന്നെ ഭരിക്കണമെന്ന്, നിന്റെ തലയായി മാറണമെന്ന്. നീ അതിന് അവസരം കൊടുക്കണം. അവനെ പുറത്തു നിർത്തിയിട്ട് ആ സഭയെപ്പോലെ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുന്ന സഭയെപ്പോലെ അവനെ പുറത്തു നിർത്തിയിട്ട് അകത്ത് ആരാധന കഴിച്ചാൽ പരാജയപ്പെടും, അകത്ത് പാട്ടുപാടിയാൽ പരാജയപ്പെടും, അകത്ത് പ്രസംഗിച്ചാൽ പരാജയപ്പെടും, അകത്ത് പ്രവചിച്ചാൽ പരാജയപ്പെടും. അവനെ നമ്മുടെ ഉള്ളിൽ വഹിക്കണം. അവനായിരിക്കണം നമ്മുടെ തലയായിരിക്കേണ്ടത്. അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മൾ ഒരുമിച്ച് ഓരോരുത്തരും. കുടുംബമാകട്ടെ, ഒറ്റയ്ക്കാകട്ടെ, സഭയാകട്ടെ, തല ക്രിസ്തുവായിരിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടന്ന് അവനിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. ജയകരമായി ക്രിസ്തീയ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മൾ നടത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, സ്വല്പ നിമിഷങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവശബ്ദവുമായി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ അവസരങ്ങൾ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മടങ്ങി വരുവാൻ, കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും അങ്ങ് വിശ്വസ്തനായിരുന്നിട്ടും ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. തിരിക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ പേര് സമ്പാദിക്കാൻ വേണ്ടി പുറപ്പെടുന്നതിനേക്കാൾ യേശുക്രിസ്തുവുമായുള്ള ബന്ധമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭാഗവാക്കാക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ. ഒരിക്കലും യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഭാവി യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറും. അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.